നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മുടെ ചെയ്യാനുള്ള വാഹനം വന്നിരിക്കുന്നത് മധുരയിൽ നിന്നാണ്. കുറച്ച് ദൂരെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വാഹനം കുറച്ച് ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം. ടാറ്റ ഇൻഡിക്ക V2 ആണ് നമുക്കിന്ന് കസ്റ്റം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന വാഹനം. ഇത് വന്നിരിക്കുന്നത് മധുരയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ ചെയ്യുന്നിരിക്കുന്ന വർക്കും അത്യാവശ്യം വലുത് തന്നെയാണ്. കാരണം വാഹനത്തിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് ചെറിയ വിലയുള്ളെങ്കിലും അതിനേക്കാളും കൂടിയ വിലയിലാണ് നമ്മളിവിടെ കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നത്. ആ വർക്കിന് മാത്രം വന്നിരിക്കുന്നത് ഒരുപക്ഷേ വാഹനത്തിൻ്റെ വിലയേക്കാളും കൂടുതലായിരിക്കും. എനിവേ അതിൻ്റെ അത് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കസ്റ്റം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്, നമ്മുടെ കസ്റ്റമറിന് ആ വാഹനത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. വേറെയും വാഹനങ്ങളുണ്ട്, പക്ഷേ ഈ വാഹനത്തോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെ അതിനെ കസ്റ്റമം ചെയ്ത് വളരെ ഭംഗിയായിട്ട് പുള്ളിയുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വർക്കുകളാണ് ഇപ്പോൾ പലതും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സെഗ്മെൻറ്റ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൽ ഒരു പ്രൊജക്ടർ, ബൈസനോൺ പ്രൊജക്ടർ, അതുപോലെ തന്നെ ഒരു മാട്രിക്സ് LED DRL. അതിൻ്റെ ടയറൊക്കെ ലോവർ ചെയ്തു, ബോഡിയിലൊക്കെ കുറേ ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ ഇനി ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സൺറൂഫാണ്. അതും നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അതിന് ശേഷം വരാവുന്നത് ബട്ടർഫ്ലൈ ഡോർസ്, 4 ഡോറും ബട്ടർഫ്ലൈ ആക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലേക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് വാഹനം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ ഈ വാഹനം ഇവിടെ വരുമ്പോഴുള്ള ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം ഫെയ്ഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. അതായത് നോർമൽ രീതിയിലുള്ള ഫെയ്ഡിങ്, അതായത് പുറമേയുള്ള ഓക്സിഡേഷൻ, ഇൻസൈഡിലുള്ള പൊടി, കാർബൺ ഡെപ്പോസിറ്റ്, ഇതെല്ലാം ഒരു നോർമൽ രീതിയിലുള്ള ഫെയ്ഡിങ് ആണ്. ഇതെല്ലാം ഈ വാഹനത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ റീസ്റ്റോറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ വാഹനം ഹെഡ്ലൈറ്റ് എല്ലാം റീസ്റ്റോർ ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് മറ്റേ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആ വർക്കാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ റീസ്റ്റോറേഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ പ്രോജക്റ്റ് ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ DRL ഫിക്സിങ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആ DRL ആദ്യമേ വരുന്ന ഒരു വെൽക്കം ലൈറ്റാണ്. നമ്മുടെ ഒരു മാട്രിക്സ് LED DRL ആണ് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു വെൽക്കം ലൈറ്റാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് അതൊന്ന് മൂവ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് വൈറ്റ് കത്തിയൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു അപ്പിയറൻസ് ആണ് വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ടറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ. അതിൽ ഈ DRL തന്നെ സ്വിച്ച് ബാക്ക് ടു ഇൻഡിക്കേറ്റേഴ്സ് ആവും. അതായത് നമ്മൾ ടേൺ സിഗ്നൽസ് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് DRL മാറിയിട്ട് ഒരു മൂവിങ് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി അതിൻ്റെ പെർഫോമൻസ് ആയിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹെഡ്ലൈറ്റ് ഓണായി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഹെഡ്ലൈറ്റ് ഓണായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതായത് നമ്മുടെ HID ബൾബുകളാണ്, അല്ലെങ്കിൽ സെനോൺ ബൾബുകളാണ് ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അതായത് വാമിംഗ് അപ്പ് ടൈം എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ആ ഒരു ടൈം കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അത് വാമിംഗ് അപ്പ് എല്ലാം കഴിഞ്ഞു, കറക്റ്റായിട്ടുള്ള കളർ ടെമ്പറേച്ചറിലെത്തി. ഇതിൻ്റെ ലോ ബീമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ കട്ട് ഓഫ് കിട്ടുന്നത്. അതുപോലെ ഹൈ ബീമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹൈ ബീമാണ്. ഇങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ ഈ വാഹനത്തിന് നമുക്ക് കിട്ടിയിരുന്നത്. ആദ്യമേ അതിൻ്റെ അകത്ത് വന്നിരുന്ന ഒരു ലോ ക്ലാസ് LED അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അബദ്ധത്തിൽ എങ്ങനെയോ ഇട്ടുപോയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് തീരെ വെളിച്ചമുണ്ടായില്ല, അത് വർക്കിംഗും അല്ലായിരുന്നു പ്രോപ്പർലി. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ ആ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഹെഡ്ലൈറ്റ് എല്ലാം ക്ലിയർ ആക്കി ഇപ്പോൾ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ വാഹനത്തിന് ഈ ഒരു രീതിയിലുള്ള ഒരു അപ്പിയറൻസ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കർട്ടിങ്ങും അതുപോലെ തന്നെ സൈഡിൽ എക്സ്ട്രാ ഫിറ്റിങ്, അതുപോലെ തന്നെ വീല്, എല്ലാം കുറേ അധികം എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് പറയാനായിട്ട് അറിയത്തില്ല. ഏതായാലും കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ അധികം ചെയ്യാനുമുണ്ട്. അപ്പോൾ എന്തായാലും ഓവറോൾ ഒരു അപ്പിയറൻസ് തന്നെ നല്ലത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇൻഡിക്കയാണെന്നുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കാണാനുണ്ടാവും. കാരണം എവിടെ കൊണ്ടിട്ടാലും ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലായിട്ട് ആ വാഹനം മാറും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഈ വാഹനവും നമുക്ക് റോട്ടിലിറക്കി ഒന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് ഡ്രൈവാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അകത്ത് തന്നെ വെച്ചിട്ടാണ്. ഇതിൻ്റെ ലോബിയും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ് കറക്റ്റാണോ, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ കൗണ്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവ് പോയി നോക്കുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങളെ കാണിക്കാം, അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡ്രൈവ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബൾബിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4300 കെൽവിനാണ്. അതായത് ഒരു വാം വൈറ്റ് കളർ. ഇതാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് കൊടുക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാം വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് വാമായിട്ട് ചെറിയ മഞ്ഞ കളർന്ന വൈറ്റാണ്. നമ്മുടെ ഹാലജൻ്റെ പോലെയല്ല. അതുപോലെ തന്നെ LED-യിലൊക്കെ ഒരു കോമൺ ആയിട്ട് വരുന്ന വൈറ്റ് ഉണ്ട്, ആ വൈറ്റ് പോലെയല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീൻ നടുക്ക് നിൽക്കുന്ന ഒരു കളറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് 4300. അത് മഴയത്തും മഞ്ഞത്തും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് വിസിബിലിറ്റി കിട്ടാനായിട്ട് സാധിക്കും. എതിരെ വരുന്നവർക്ക് കണ്ണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, നമ്മൾ ഹൈ ബീമിലാണെങ്കിൽ പോലും അത്ര കണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഹൈ ബീം ഇട്ട് പോകണമെന്നല്ല, ഒരു കാരണവശാലും ഇവിടെ ഹൈ ബീം ഇടാൻ പാടില്ല. നമ്മൾ ലോ ബീമിൽ തന്നെയാണ് പോകേണ്ടത്. എല്ലാ സാഹചര്യങ്ങളിലും ലോ ബീമിൽ പോവുക. എതിരെ വാഹനങ്ങളില്ല, ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ മാത്രം
നമുക്ക് ഹൈ ബീം ഇടാം. ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ ബീം ഇടുന്നത് തന്നെ എതിരെ വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ലോ ബീമിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ട രീതി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് ഓൾവേസ് യൂസ് ലോ ബീം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബൾബിൻ്റെ കളർ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് വാട്ടേജ് എന്ന് പറയുന്നത് 55 വാട്ടാണ്. നമ്മുടെ വാഹനത്തിൽ വരുന്നത് 55-60 വാട്ട്സിൻ്റെ ബൾബാണ് വരുന്നത്. അവിടെ നമ്മളത് മാറ്റിയിട്ട് 55ൻ്റെ തന്നെ, അതായത് പവർ കൺസംഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും 55 വാട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ 55 വാട്ടിൻ്റെ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ലൈറ്റ് പെർഫോമൻസും ഔട്ട്പുട്ടും ത്രോയും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിച്ചു നോക്കിയപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇനി വരുത്താനില്ല. നേരെ അദ്ദേഹത്തിന് തിരിച്ചു പോകാം. കാരണം ഇനി മധുരയ്ക്ക് നേരെ ഇവിടെ നിന്ന് ഡ്രൈവാണ്, രാത്രി തന്നെ പോകാനുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. എങ്കിൽ കൂടി അത് ഇന്ന് തന്നെ രാത്രി തന്നെ പോകാനുള്ള പരിപാടിയാണ്. കാരണം 2 ദിവസമായിട്ട് ഇവിടെ ഹോൾട്ടിംഗ് ആയിരുന്നു. വന്ന ദിവസം നമുക്ക് വർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വർക്ക് എടുക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ നേരത്തെ മുൻകൂട്ടി പറയാത്തതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറയുക, ഒരു ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വരികയാണെങ്കിൽ സിംഗിൾ ഡേയിൽ തീരാവുന്ന വർക്കായിരിക്കും മിക്കവാറും. അപ്പോൾ അത് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു. നേരെ വന്നിട്ടാണ് നമ്മൾ വർക്ക് കൺഫേം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്തായാലും അത് ഭംഗിയായിട്ട് ചെയ്ത് ഇന്നത്തെ ഇപ്പോൾ രാത്രി വണ്ടി ഡെലിവറി കൊടുക്കുകയാണ്. കസ്റ്റമർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ ലൈറ്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.